2020 നടത്തറ ഭാഗത്തുള്ള തിരുഹൃദയ ദേവാലയത്തിൽ ജനുവരി 5-ാം തീയതി ഒരു മാമോദീസ നടക്കേണ്ടത്. ആ മാമോദീസയിൽ പങ്കെടുക്കാൻ എനിക്കൊരു ക്ഷണക്കത്ത് കിട്ടി. എനിക്ക് പരിചയമുണ്ടായിട്ടല്ല, ഞാനൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ മാമോദീസ വിളിക്കാൻ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എനിക്കും ഒരു ക്ഷണക്കത്ത്. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ പേരക്കുട്ടിയുടെ ആണോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല ചാ, എൻ്റെ കുട്ടിയുടെയാണ്. ചേട്ടനെ കണ്ടപ്പോൾ ഒരുമാതിരി പ്രായം തോന്നുന്നു. അപ്പം ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു, ചേട്ടാ എത്രാമത്തെയാണ്? ആദ്യത്തെയാണ് ചാ. കണക്കുകൾ അങ്ങോട്ട് ചേരണില്ല. അപ്പം ഞാൻ ചേട്ടനെ ഇങ്ങനെ കുറച്ചു നേരം നോക്കുന്നു. ഇനിയിപ്പോൾ നോട്ടത്തിൽ പ്രായമുള്ളതാണോ ശരിക്കും പ്രായമുണ്ടോ? ഞാൻ ചേട്ടനോട് വീണ്ടും ചോദിച്ചു, ചേട്ടാ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? എന്നുവെച്ചാൽ 1997 ഒക്ടോബർ മാസം 25-ാം തീയതി കല്യാണം കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ എണ്ണണ്ട വെച്ചാൽ 23 വർഷം, നീണ്ട 23 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വെച്ചാൽ എനിക്ക് തമ്പുരാൻ ഒരു കുഞ്ഞിനെ നൽകിയത്. എന്നിട്ട് ഈ 23 വർഷത്തെ കാത്തിരിപ്പ് വെറും ഒറ്റ മിനിറ്റ് കൊണ്ട് ഈ ചേട്ടൻ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. പറഞ്ഞിങ്ങനെയാണ്, ആദ്യത്തെ വർഷം കുഴപ്പമൊന്നുമില്ല വെച്ചാൽ ഞങ്ങൾ സന്തോഷത്തോടെ പോയി. 2-ാമത്തെ വർഷം നാട്ടുകാരെ ചോദിക്കാൻ തുടങ്ങി, കൊച്ചുങ്ങളൊന്നും ആയില്ല. അപ്പോഴും നമുക്ക് വിഷയമില്ല. 3-ാമത്തെ വർഷം വീട്ടുകാരെ ചോദിക്കാൻ തുടങ്ങി, കുഴപ്പമായി. ഞങ്ങളങ്ങനെ ആശുപത്രി പോയി. അങ്ങനെ രണ്ടുപേർക്കൊരു കുഴപ്പമില്ല. പക്ഷെ കർത്താവ് കൊച്ചിനെ തന്നെ. അങ്ങനെ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു, ഞാൻ വന്നില്ല ചേട്ടാ ഇനി പള്ളിയിൽ വന്നു, എന്ത് കാര്യത്തിനാണ് വന്നിട്ട്? അപ്പം ചേട്ടൻ പറഞ്ഞു, ഞാനും അത് പറയാനിരിക്കുന്നത്, നമുക്ക് എന്തിനാണ് ഇനി പള്ളിയിൽ പോയിട്ട്? അങ്ങനെ അവർ പള്ളിയിൽ പോക്ക് നിർത്തി. അധികമൊന്നും നിർത്തിയില്ല, കുറച്ച് നാൾ പോകാതിരുന്നു. പക്ഷെ ഒരു സുഖമില്ല. അപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നമ്മ എന്തിനാ പള്ളിയിൽ പോകാതിരുന്നിട്ട്, നമുക്ക് പോകാന്നേ, കർത്താവിന് നാണം വരട്ടേന്ന്. പ്രിയമുള്ളവരെ ഉപയോഗിച്ച വാക്ക് തോന്നുന്നു, കർത്താവിന് നാണം വരട്ടെ. നമുക്ക് ഇത്രയും നാൾ പള്ളിയുടെ പിന്നിലാണെങ്കിൽ കർത്താവിൻ്റെ മുമ്പിലോ നിൽക്കണം. പ്രിയമുള്ളവരെ, ഈ അപ്പം പറയുന്നുണ്ട്, അച്ഛാ അത്രയും നാൾ ഞങ്ങൾ എത്രയാണോ പ്രാർത്ഥിച്ചിരുന്നത് അതിനേക്കാളും ഇരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവാലയത്തിലേക്കുള്ള പോക്കിൻ്റെ സമയം കൂട്ടി, കുമ്പസാരത്തിൻ്റെ കാലയളവിൻ്റെ ദൈർഘ്യം കുറച്ചു. എല്ലാ മാസങ്ങളിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആരാധനകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ സമയം ചെലവഴിച്ചു. വീട്ടിലുള്ള പ്രാർത്ഥനയ്ക്ക് സമയം കൂട്ടി, ജപമാലയുടെ എണ്ണം കൂട്ടി, കരുണക്കൊന്തയുടെ എണ്ണം കൂട്ടി. അങ്ങനെ കർത്താവ് ഞങ്ങളെ തോൽപ്പിക്കാനിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഞങ്ങൾ തോക്കത്തില്ല എന്ന് ദൃഢനിശ്ചയത്തോടുകൂടെ കർത്താവിൻ്റെ മുമ്പിൽ നെഞ്ചും വിരിച്ചു നിന്നു. അങ്ങനെ ഞങ്ങളുടെ സ്നേഹത്തോടു കൂടിയ ശാഠ്യത്തിൻ്റെ മുമ്പിൽ കർത്താവ് ഞങ്ങൾക്ക് മുമ്പിൽ തോറ്റു തന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണച്ചോ ആന്റണി എന്ന പേരോടുകൂടെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് നടക്കുന്ന അലൻ എന്ന് പറയുന്ന ഞങ്ങളുടെ കടിഞ്ഞൂൽ പുത്രൻ. പ്രിയമുള്ളവരെ, അത് ഈ അപ്പം പറയുമ്പോൾ അപ്പൻ്റെ കണ്ണുകളിൽ ഇങ്ങനൊരു തിളക്കം കാണും. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ തോൽപ്പിക്കാൻ പരിശ്രമിക്കും. തോൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ.